ഹായ് ഹലോ, ജൂൺ മാസം ഇങ്ങെത്തി. അതെ, മഴ ഇങ്ങെത്തി. കേരളത്തിൽ മഴയുടെ മണവും മണ്ണിൻ്റെ മണവും പച്ചപ്പിൻ്റെ ഭംഗി നിറയുന്ന ഒരു സമയം. അതെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ സമയത്താണ് ഒരുപാട് പേരുടെ ചെടികൾ മഞ്ഞയായി പോകുന്നതും വേര് പഴുത്തു പോകുന്നതും ഇലകൾ കൊഴിഞ്ഞു പോകുന്നതും ചിലപ്പോഴാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടിരുന്ന ചെടി പോലും പെട്ടെന്ന് നശിച്ചു പോകുന്നതും. കാരണം എന്താണെന്നറിയാമോ? മഴക്കാലം ചെടികൾക്ക് നല്ല സമയമാണെന്ന് എല്ലാവരും പറയും. അതെ, നല്ല സമയം തന്നെയാണ്. പക്ഷേ ശരിയായി നോക്കിയില്ലെങ്കിലുണ്ടല്ലോ, അതേ മഴക്കാലം തന്നെ ചെടികളുടെ ഏറ്റവും വലിയ എനിമിയായി മാറും. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ജൂൺ മാസം ചെടികളെ എങ്ങനെ നോക്കണം, എന്തൊക്കെ മിസ്റ്റേക്ക് ഒഴിവാക്കണം, മഴക്കാലത്ത് ചെടികൾ ഹെൽത്തി ആയി നിൽക്കാൻ എന്തൊക്കെ ചെയ്യണം, എല്ലാം വളരെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാം കേട്ടോ. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. മഴക്കാലത്ത് നമ്മുടെ ചെടികൾക്ക് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് മഴയല്ല കേട്ടോ. അതെ, നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളാണ്. കാരണം മഴ പെയ്യുന്നതെന്ന് കണ്ടാൽ പലർക്കും തോന്നും ചെടിക്ക് നന്നായിട്ട് വെള്ളം കിട്ടുന്നുണ്ടല്ലോ, ഇനി അങ്ങോട്ട് വളരാൻ തുടങ്ങുമെന്ന്. അതെ, ചെടി വളരും, പക്ഷേ അതിനിപ്പോൾ ഒരു വലിയ ഡേഞ്ചർ കൂടിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അതെ, എക്സസ് വാട്ടർ. ശരിക്കും മണ്ണിൽ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, ചെടിയുടെ വേര് സ്ലോലി ഇങ്ങനെ സഫോക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. കാരണം നമ്മൾ മനുഷ്യർക്ക് എങ്ങനെ ശ്വാസം വേണമോ, ചെടികളുടെ വേര് ഭാഗത്തിനും അങ്ങനെ തന്നെ ശ്വാസം വേണം. അതായത് ഓക്സിജൻ വേണം. എപ്പോഴും സോയിൽ ഇങ്ങനെ വെറ്റായിരിക്കുമ്പോഴുണ്ടല്ലോ റൂട്ട് വരും, ശ്വാസം കിട്ടില്ല ചെടികൾക്ക്. അതാണ് മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്ലാന്റ്സ് നശിച്ചു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ജൂൺ മാസം വന്നാൽ ഞാൻ ആദ്യം പറയാറുള്ള കാര്യം എന്താണെന്നറിയാമോ? വാട്ടറിങ് കുറയ്ക്കുക എന്നുള്ളതാണ്. പലരും മഴയുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പൈപ്പെടുത്ത് വെള്ളം ഒഴിക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലേ? അവർ ഡെയിലിയുള്ള കാര്യമാണ്. ഞാൻ എന്നും ചെടികൾക്ക് വെള്ളം ഒഴിക്കും. അതുകൊണ്ട് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഞാനിങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കും. ചിലരുടെ ഒരു മൈൻഡ് സെറ്റാണ് കേട്ടോ അത് അവോയ്ഡ് ചെയ്യണം. വെള്ളം ഒഴിക്കുന്നതിന് മുമ്പ് സോയിൽ ടച്ച് ചെയ്ത് നോക്കണം. എപ്പോഴും നനവുണ്ടെങ്കിലുണ്ടല്ലോ അന്നേക്ക് വെള്ളം വേണ്ടാന്ന് വെക്കണം. അതെ, എക്സ്പെഷ്യലി ഇൻഡോർ പ്ലാന്റ്സ്, സ്നേക്ക് പ്ലാന്റ്, നമ്മുടെ CC പ്ലാന്റ്, സക്സലൻസ്, അഡീനിയം, അങ്ങനെയുള്ള പ്ലാന്റുകൾക്കൊക്കെ ഓവർ വാട്ടറിങ് വന്നാലുണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ അത് ഡാമേജായി പോവും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡ്രൈനേജ് ആണ് കേട്ടോ. അതെ, ഒരു പോട്ട് എത്ര കോസ്റ്റ്ലി ആയാലും താഴെ ഡ്രൈനേജ് ഹോൾ ഇല്ലെങ്കിൽ മഴക്കാലത്ത് അത് വലിയ പ്രോബ്ലം തന്നെയാണ്. കാരണം വെള്ളം കെട്ടി നിന്നാൽ റൂട്ട് ശരിക്കും ഡാമേജ് ആവുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ട്രേയിൽ വെള്ളം കെട്ടിയിട്ടുണ്ടോ, ഇപ്പോൾ ഇൻഡോറൊക്കെ വയ്ക്കുന്ന പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ട്രേയിലാക്കി തട്ട് വെള്ളം കെട്ടി നിൽപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഗ്രോ ബാഗ് ബ്ലോക്ക് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ടെറസ് ഗാർഡനിലാണെങ്കിൽ വാട്ടർ പോകുന്നുണ്ടോ, ഇതെല്ലാം തന്നെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഞാൻ പേഴ്സണലി മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഡ്രൈനേജിലാണ് കേട്ടോ. കാരണം മഴയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷേ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നമുക്ക് നോക്കാൻ പറ്റും. സോ ഇനി മഴക്കാലത്ത് വരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ് ഫംഗസ്. അതെ, ഇലയിൽ ബ്ലാക്ക് സ്പോട്ട്സ് വരും, വൈറ്റ് പൗഡർ പോലെ ഫംഗസ് വരും, സ്റ്റെം ആണെങ്കിൽ സോഫ്റ്റായി പോകുന്നത് പോലെ തോന്നും, ബഡ്സ് ചീഞ്ഞ് പോവും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും, ഉറപ്പാണ്. ഇതൊക്കെ ഹ്യൂമിഡിറ്റി കൂടുമ്പോഴുണ്ടാവുന്നതാണ് കേട്ടോ. എക്സ്പെഷ്യലി റോസ് പ്ലാന്റ്സിൽ ഇത് വളരെ 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 കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മഴക്കാലത്ത് എയർ സർക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെടികൾ നമ്മളിങ്ങനെ ചേർത്ത് വെക്കാതെ ചെറിയ സ്പേസിങ് കൊടുത്ത് വിട്ട് വെക്കണം. പിന്നെ മോർണിംഗ് സൺലൈറ്റ് കിട്ടുന്നിടത്ത് വെക്കാൻ നോക്കണം. നീം ഓയിൽ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. വീക്കിലി ഒരിക്കലെങ്കിലും നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നത് നമ്മുടെ ഫംഗസ് ഇഷ്യൂസിനെ കുറയ്ക്കാൻ സഹായിക്കും. ഇനി ജൂൺ മാസം പ്രൂണിങ് ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കും. ഡ്രൈ ലീവ്സ് റിമൂവ് ചെയ്യാം, ഡെഡ് ബ്രാഞ്ചസ് റിമൂവ് ചെയ്യാം, പക്ഷേ ഹെവി പ്രൂണിങ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ശരിക്കും മഴക്കാലത്ത് കട്ട് ചെയ്ത ഭാഗങ്ങളിൽ ഫംഗസ് അറ്റാക്ക് വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഹാർഡ് പ്രൂണിങ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക മഴക്കാലത്ത്. ഇനി ഇൻഡോർ പ്ലാന്റ്സ് ഉള്ളവർ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. മഴക്കാലത്ത് ലൈറ്റ് കുറയും, അപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് വീക്ക് ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വിൻഡോ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം, ലീവ്സ് ക്ലീൻ ചെയ്യാം, എയർ സർക്കുലേഷൻ കിട്ടണം. അതിന്
എക്സ്പെഷ്യലി മണി പ്ലാന്റ്, സിങ്കോണിയം, അഗ്ലോണിമ പോലെയുള്ള. ഇനി അടുത്ത് കോമൺ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, മഴക്കാലത്ത് ഫെർട്ടിലൈസർ കൊടുക്കാമോ? കൊടുക്കാം, പക്ഷെ കുറച്ച് കെയർഫുള്ളി ആയിട്ട് വേണം കൊടുക്കാനായിട്ട്. ഹെവി കെമിക്കൽ ഫെർട്ടിലൈസർ അവോയ്ഡ് ചെയ്യണം. ഓർഗാനിക് കമ്പോസ്റ്റ് ചെറിയ അളവിൽ കൊടുക്കുന്നതാണ് ബെറ്റർ. കൗഡങ്ക് കൊടുക്കാം, അതായത് നമ്മുടെ ചാണകപ്പൊടി കൊടുക്കാം, വെർമി കമ്പോസ്റ്റ് കൊടുക്കാം, ബനാനയുടെ തൊലിയൊക്കെ കൊടുക്കാം. ഇങ്ങനെ ലൈറ്റായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ മഴ പെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കരുത്. മഴ കഴിഞ്ഞ് നമ്മുടെ മണ്ണൊക്കെ ഉണ്ടല്ലോ ഒന്ന് ഉണങ്ങി വരുന്ന സമയമാകുമ്പോഴായിരിക്കും ഇത് കൊടുക്കുന്നത് ഏറ്റവും ബെറ്റർ. ഇനി മഴക്കാലത്തുണ്ടാകുന്നൊരു പ്രധാന എന്താ പറയുക ഉപദ്രവമാണ് നമ്മുടെ ഒച്ചുകളുടെയൊക്കെ, അല്ലേ? രാത്രി നോക്കിയാൽ ലീവ്സ് മുഴുവൻ തിന്നിട്ട് പോകും. അതുകൊണ്ട് നൈറ്റ് ഇൻസ്പെക്ഷൻ ചെടികൾക്ക് വളരെ നല്ലതാണ്. ശരിക്കും ടെറസ് ഗാർഡനിലൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ടെറസിൽ കയറി കഴിഞ്ഞാൽ നൈറ്റ് അതിനെ കണ്ടുപിടിച്ചെടുത്ത് തൂക്കിയെടുത്ത് ദൂരെ എറിയുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് നശിച്ച് പോകുന്നതുമാണ് കേട്ടോ. പിന്നെ ഒരു പോസിറ്റീവ് കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. മഴക്കാലം പ്ലാന്റിങ് സീസൺ കൂടിയിട്ടാണ്. അതെ, പുതിയ പ്ലാന്റ്സ് നടാൻ ഏറ്റവും ബെസ്റ്റ് സമയങ്ങളിലൊന്നാണ് ജൂൺ എന്ന് പറയുന്നത്. കാരണം നാച്ചുറൽ ഹ്യൂമിഡിറ്റിയാണ് ഉണ്ടാകുന്നത്. ഹീറ്റ് സ്ട്രെസ്സ് കുറഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് ഈസിലി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും, നട്ടുപിടിപ്പിക്കാൻ പറ്റും. പക്ഷേ ഡ്രെയിനേജ് കറക്റ്റ് ആണെങ്കിൽ മാത്രം കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല ഡ്രെയിനേജ് ഉള്ള സ്ഥലങ്ങളിൽ ഈ സമയത്ത് കമ്പുവെട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നല്ല എളുപ്പത്തിൽ തന്നെ എല്ലാം വേര് പിടിച്ച് കിട്ടുന്നതാണ്. അതുകൊണ്ട് ജൂൺ മാസം വന്നാൽ മഴയെ നമ്മൾ പേടിക്കേ വേണ്ട. പക്ഷേ കെയർലെസ് ആവരുത് എന്നുള്ളതാണ്. ചെടികളെ ഒബ്സർവ് ചെയ്യണം, ലീവ്സ് നോക്കണം, സോയിൽ നോക്കണം, വാട്ടറിങ് കൺട്രോൾ ചെയ്യണം. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഗാർഡൻ ഉണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനായിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം കാണിക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്കിവിടെ കമൻറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാം കേട്ടോ. അതുപോലെ ഇനിയും ഇത്തരം ഡീറ്റെയിൽഡ് പ്ലാന്റ് കെയർ വീഡിയോസ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ ഞാൻ ഡ്രീംസ് അടുത്ത വീഡിയോയിൽ വീണ്ടും ചെടികളുടെ പരിചരണമായിട്ട് കാണാം, പുതിയ ചെടികളെ പരിചയപ്പെടുത്തുന്നതുമായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ടാവും. ആ ബെൽ ബട്ടൺ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പോൾ ഉള്ള വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. മഴക്കാലമാണ്, മഴക്കാലം ഇങ്ങെത്തി. അപ്പോൾ മഴക്കാല പരിചരണങ്ങളെല്ലാം നിങ്ങളുടെ ഗാർഡനിൽ പോയി ചെയ്തു തുടങ്ങിക്കോളൂ. അപ്പോൾ എന്തായിരുന്നാലും അടുത്ത ദിവസം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ടാറ്റ പറയാണ്. അപ്പോൾ എല്ലാവരുടെ ഗാർഡൻ സൂപ്പറായിരിക്കട്ടെ. അടുത്ത ദിവസം കാണുന്നവരേക്കും എല്ലാവർക്കും